ബണ്ട് തകർന്ന് കൃഷിനാശം സംഭവിച്ച പൊന്നാനി കോൾ മേഖലയിലെ ചെറുവല്ലൂർ തെക്കേക്കെട്ട് കോൾപ്പടവ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തന സമിതി അംഗം പി യൂസഫലിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. നടിയിൽ പൂർത്തിയായ 120 ഏക്കർ നെൽകൃഷിയാണ് ബണ്ട് പൊട്ടി വെള്ളം കയറിയതോടെ നശിച്ചത്. കർഷകർ വായ്പയെടുത്തും ലോണെടുത്തും ഇറക്കിയ കൃഷിയാണ് നശിച്ചത്. അതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ കർഷകർക്കും ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ബണ്ട് തകർച്ചയ്ക്ക് കാരണമെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കായലിലെ ചേറിന് മുകളിൽ മണ്ണ് കൊണ്ടുപോയിട്ട് ബണ്ട് നിർമ്മിക്കുമ്പോൾ ഈ മണ്ണ് ചേറിൽ താഴ്ന്നു പോകുന്നതാണ് ബണ്ട് പൊട്ടാൻ കാരണമെന്നും ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തി സ്ഥായിയായ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും കൃഷിയുടെ പേരിൽ കായലിൽ ലക്ഷങ്ങൾ കലക്കുന്നത് ഒഴിവാക്കി പുതിയ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള പഠനം നടത്താൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തണമെന്നും നേതാക്കൾ പറഞ്ഞു. ഒരു ബണ്ടാണ് ഈ 120 ഏക്കർ ഇതേപോലെ നിന്ന സ്ഥലം ഇപ്പൊ ഇന്ന് നടന്നിട്ട് സാഹചര്യം വളരെ ആശങ്കയുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അതിനൊക്കെ പഠനത്തോട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മറ്റ് ഇത് ഒരു സ്ഥായിയായ സംവിധാനം കോടികളാണ് ഈ പാടശേഖരങ്ങളിൽ പൊന്നാനി മേഖലയിൽ ചിലവാക്കിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെയും പക്ഷെ ഇതിപ്പോഴും കർഷകരുടെ ആശങ്ക, കർഷകർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന സംവിധാനങ്ങളാണ് ഇതിന്. അതിനൊരു ആധുനിക സംവിധാനത്തോടു കൂടി അതിന്റെ ടെക്നിക്കൽ സംവിധാനങ്ങൾ ചെയ്യും. ബണ്ട് പൊട്ടുന്നത് ഒഴിവാക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യണം. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഓടിയെത്തേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ഥായിയായിട്ട് എന്താ ഉള്ളത്? ഇപ്പൊ കഴിഞ്ഞ വർഷം നേരടിപ്പുഴ പൊട്ടി, പല ഭാഗത്തും പൊട്ടി. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇവര് കർഷകർ ഇതൊക്കെ ചെയ്ത് ഇത് പൊട്ടി വെള്ളം നിൽക്കുന്നു. ഇനി ഒരു മാസം പിടിക്കുന്നതാണ് ഇപ്പൊ കർഷകരോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് വെള്ളം അടിച്ചിട്ട് വേണ്ട അവർ ചെയ്യാൻ. അപ്പൊ അടിയന്തരമായിട്ട് KLDCയും അതേപോലെ തന്നെ കൃഷി വകുപ്പും ഒക്കെ ഇതിനൊരു സ്ഥായിയായ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇവിടെ ET മുഹമ്മദ് ബഷീർ സാഹിബ് MP ആയിരിക്കുമ്പോൾ 460 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ പൊന്നാനി കോൾ മേഖലയിലേക്ക് കൊടുത്തത്. പക്ഷെ എന്നിട്ടും അത് കർഷകർക്ക് ഗുണമാകുന്ന സംവിധാനങ്ങളാവുന്നില്ല. അതിന് നടത്തിപ്പൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റും അതേ ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന KLDC ഒക്കെ ആയിട്ട് ഇംപ്ലിമെന്റ് ഏജൻസി ഒക്കെ ഉള്ളത്. പക്ഷെ അതിന് ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത് ഇതൊരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കുക. എത്രയോ കാലം മുമ്പുള്ള സംവിധാനമാണ് ഇപ്പൊ ഈ ബണ്ടും സംവിധാനങ്ങളൊക്കെ. ബണ്ടിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ വെള്ളം നിൽക്കുന്ന രണ്ട് സൈഡിലും മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം ഈ ബണ്ടടക്കം മൂടുന്ന സംവിധാനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് താഴ്ന്നു പോവുകയാണ്. അതിന് സ്ഥിരം സംവിധാനം ഉണ്ടാക്കണമെന്നാണ് സ്വതന്ത്ര കർഷക സംഘം പൊന്നാനി മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ ഇതിന് വേണ്ടി ബന്ധപ്പെട്ടവരോടൊക്കെ MP-യോടും ബന്ധപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുണ്ടാവണമെന്ന് ആവശ്യപ്പെടാൻ കൂടി ചെയ്യാണ്. അതേപോലെ തന്നെ കർഷകർക്ക് ഉടനെ ഇതിന് ധനസഹായം കൊടുക്കണം, വിത്ത് കൊടുക്കണം, അതുപോലെ കൃഷി ഇറക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കണം. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇന്നേ വരെ ബണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ പരിഹാരം കർഷകർക്ക് നഷ്ടം വന്ന കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാനും പൊട്ടിയ ബണ്ട് പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെട്ടവർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പല കോൾ കമ്മിറ്റികളും അവരുടെ സൗകര്യാർത്ഥം വെള്ളം പമ്പ് ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും ഇത് പരിഹരിക്കാൻ കോൾ മേഖല ഡെവലപ്മെന്റ് കമ്മിറ്റി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പൊന്നാനി നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം പ്രസിഡന്റ് ഷംസു എരമംഗലം, ജനറൽ സെക്രട്ടറി സലീം കുക്കൂർ, മുസ്ലിം ലീഗ് പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈർ കൊട്ടിലിങ്ങിൽ, ഹമീദ്, KV യൂസഫ്, ജലാൽ തുടങ്ങിയവരും പങ്കെടുത്തു. NCV ന്യൂസ് ചങ്ങരംകുളം.